ഹലോ ഓൾ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ലേൺ വിത്ത് ഐശ്വര്യ. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത് ഒരു എൻഡ് ടു എൻഡ് മെഷീൻ ലേണിംഗ് പ്രോജക്റ്റ് ഇംപ്ലിമെൻറ്റേഷൻ ആയിട്ടാണ്. അതിനായി ഞാനിവിടെ സെലക്ട് ചെയ്തിരിക്കുന്ന ടോപ്പിക് ഫേക്ക് റിവ്യൂ ഐഡൻറ്റിഫിക്കേഷൻ ആണ്. ഇനി നമുക്കിതിൻ്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയേഴ്സ് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇത് ഞാൻ ഓൾറെഡി കംപ്ലീറ്റ് ചെയ്ത് വെച്ചൊരു പ്രോജക്റ്റാണ്. അതിൽ ഔട്ട്പുട്ട് ഞാൻ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഈ ഒരു ഫോർമാറ്റിലാണ്. അപ്പോൾ ഇവിടെ ഞാൻ എടുത്തിരിക്കുന്ന ഡാറ്റാ സെറ്റ് എന്ന് പറയുന്നത് റെസ്റ്റോറൻറ്റ് റിവ്യൂ ഡാറ്റാ സെറ്റാണ്. ഇതിൻ്റെ റൈറ്റ് ഹാൻഡ് സൈഡായിട്ട് നിങ്ങൾക്ക് രണ്ട് ബട്ടൺസ് കാണാൻ പറ്റും, പ്രിഡിക്ഷൻ ബട്ടൺസും ടൈപ്പ് ബട്ടൺസും. അപ്പോൾ ഇതിൽ പ്രിഡിക്ഷൻ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന റിവ്യൂസ് ഫേക്ക് ആണോ ജെനുവിൻ ആണോ എന്നുള്ളത് ഔട്ട്പുട്ട് റിസൾട്ടായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ഇതിന് ഇനി യൂസ് ചെയ്തിരിക്കുന്ന സോഫ്റ്റ്വെയർസ് എന്തൊക്കെയാണ്, അതെങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യുമെന്നുള്ളത് നമുക്ക് ഇനി വരും സെക്ഷൻസിൽ കാണാം. അൽഗോരിതം മോഡൽ ക്രിയേഷനായിട്ട് ഞാൻ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് എഷ്യൂർ ML സ്റ്റുഡിയോ ടൂളാണ്. എഷ്യൂർ ML സ്റ്റുഡിയോ ടൂള് മൈക്രോസോഫ്റ്റിൻ്റെ ഒരു മെഷീൻ ലേണിംഗ് അൽഗോരിതം മോഡൽ ഡെവലപ്മെൻറ്റ് ടൂളാണ്. അത് വെച്ചിട്ട് കുറച്ചും കൂടി ഈസിയാണ് നമുക്ക് അൽഗോരിതം ഡെവലപ്പ് ചെയ്യാനായിട്ടും അതുപോലെ തന്നെ വെബ്സൈറ്റിലേക്ക് പബ്ലിഷ് ചെയ്യാനായിട്ടും. നെക്സ്റ്റ് ആയിട്ട് വിഷ്വൽ സ്റ്റുഡിയോ 2019 ഇത് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് വെബ് പേജ് ക്രിയേഷന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ രണ്ട് സോഫ്റ്റ്വെയർസാണ് മെയിനായിട്ട് ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഈ രണ്ട് സോഫ്റ്റ്വെയർസ് നമുക്ക് ഫ്രീ ട്രയൽ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഫ്രീ ട്രയൽ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് എഷ്യൂർ ML സ്റ്റുഡിയോ എങ്ങനെ ഫ്രീ ആയിട്ട് സൈനപ്പ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ എഷ്യൂർ ML സ്റ്റുഡിയോ ഒന്ന് ഗൂഗിൾ ജസ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഫസ്റ്റ് കാണുന്ന ലിങ്ക് ആയിട്ടുള്ള studio.assureml.net എന്ന് പറയുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു ഓപ്ഷൻ ട്രൈ ഇറ്റ് ഫോർ ഫ്രീ എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാൻ പറ്റും. അപ്പോൾ അവിടെ തന്നെ സൈൻ അപ്പ് ഹിയർ എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്കിങ്ങനെ 3 പ്ലാൻസ് കാണാൻ പറ്റും. ഫസ്റ്റ് 8 hour ട്രയൽ പ്ലാനാണ്. സെക്കൻഡ് പ്ലാൻ എന്ന് പറയുന്നത് ഫ്രീ വർക്ക് സ്പേസ്, അതായത് $0 പെർ മന്ത് ആണ്. തേർഡ് പ്ലാൻ എന്ന് പറയുന്നത് $9.99 പെർ മന്ത് ആണ്. അപ്പോൾ നമുക്ക് ഇതിൽ വേണ്ടത് ഫ്രീ വർക്ക് സ്പേസ് ആയിട്ടുള്ള $0 പെർ മന്ത് ആണ്. അപ്പോൾ അതിലെന്തൊക്കെയാണ് ഫ്രീയിൽ ഉൾപ്പെടുന്നത് എന്നുള്ളത് പ്രത്യേകം ഇവിടെ നോട്ട് ചെയ്തിട്ടുണ്ട്. ഫ്രീ ആക്സസ് ദാറ്റ് നെവർ എക്സ്പയർസ്, 10 GB സ്റ്റോറേജ്, R and Python സ്ക്രിപ്റ്റ് സപ്പോർട്ട്, പ്രഡിക്റ്റീവ് വെബ് സർവീസസ്. ഇത്രയുമാണ് ഈ ഒരു ഫ്രീ വർക്ക് സ്പേസിൽ നമുക്ക് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിവിടെ സൈനപ്പ് ചെയ്യാം. നമുക്ക് ഒരു ജിമെയിൽ ID യൂസ് ചെയ്തിട്ട് നമുക്കിവിടെ സൈനപ്പ് ചെയ്യാം. നെക്സ്റ്റ് കൊടുക്കുക, പാസ്വേഡ് കൊടുക്കുക, നെക്സ്റ്റ് കൊടുക്കുക. അപ്പോൾ നമ്മളെ ഫസ്റ്റ് നെയിമും ലാസ്റ്റ് നെയിമും കൊടുക്കുക. നെക്സ്റ്റ് ഡേറ്റ് ഓഫ് ബർത്ത് ഇവിടെ കൊടുക്കുക. അപ്പോൾ നമ്മൾ ജിമെയിലിലേക്ക് ഒരു കോഡ് വരും. ആ കോഡ് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുത്ത് നെക്സ്റ്റ് അടിച്ച് കഴിഞ്ഞാൽ അത് ഫിനിഷ് ആകും. ഞാനിപ്പോൾ ആ പോർഷൻ ചെയ്യാത്തത് ഞാൻ ഓൾറെഡി ഇത് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഡെമോയ്ക്ക് വേണ്ടി ഒന്നും കൂടെ അത് കാണിച്ചു തന്നേ ഉള്ളൂ. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ ചെയ്യുമ്പം ആ ജിമെയിലിൽ വരുന്ന കോഡും കൂടെ എൻ്റർ അടിച്ചിട്ട് നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ടുള്ള എഷ്യൂർ ML സ്റ്റുഡിയോ അക്കൗണ്ട് ക്രിയേറ്റ് ആയി കിട്ടും. ഇനി നമ്മൾ എഷ്യൂർ ML സ്റ്റുഡിയോ സോഫ്റ്റ്വെയർ ഒന്ന് പരിചയപ്പെടാൻ പോവുകയാണ്. അപ്പോൾ അതിനായി ഞാൻ എൻ്റെ എഷ്യൂർ ML സ്റ്റുഡിയോ ഒന്ന് സൈൻ ഇൻ ചെയ്യുകയാണ്. assureml.net പോയി ആ ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ സൈൻ ഇൻ ഓപ്ഷൻസ് വരും. ഞാൻ ഓൾറെഡി സൈൻ ഇൻ ചെയ്ത് വെച്ചത് കൊണ്ടാണ് ഇങ്ങനെ എക്സ്പെരിമെൻറ്റ്സിൻ്റെ നെയിംസ് എല്ലാം കാണിക്കുന്നത്. അപ്പോൾ ഞാൻ ജസ്റ്റ് മൈ എക്സ്പെരിമെൻറ്റ്സിൽ പോയിരുന്ന് ക്ലിക്ക് ചെയ്യുകയാണ്. ഇത് നമ്മുടെ ഫ്രീ വർക്ക് സ്പേസ് പേജിലേക്ക് ലോഡ് ചെയ്യുകയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫ്രീ വർക്ക് സ്പേസ് പേജ് എഷ്യൂർ ML സ്റ്റുഡിയോയുടെ. അപ്പോൾ ഇതിൽ ഇപ്പോൾ ഈ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ കാണുന്ന പോലെ പ്രോജക്ട്സ് എന്നൊരു ടാബ് ഉണ്ട്, എക്സ്പെരിമെൻറ്റ്സ് ടാബ് ഉണ്ട്, വെബ് സർവീസ് ടാബ്, ഡാറ്റാ സെറ്റ്സ് ടാബ്, ട്രെയിൻഡ് മോഡൽ ടാബ്, സെറ്റിങ്സ്. അപ്പോൾ ഇത് പ്രോജക്ട്സിൽ നമ്മൾ ചെയ്ത പ്രോജക്ട്സ് എല്ലാം തന്നെ വന്ന് വരുന്നത് ഈ പ്രോജക്ട്സിൻ്റെ ടാബിലാണ്. പിന്നെ എക്സ്പെരിമെൻറ്റ്സ്, അതായത് നമ്മൾ ചെയ്ത എക്സ്പെരിമെൻറ്റ്സ് എല്ലാം തന്നെ വരുന്നത് ഈ എക്സ്പെരിമെൻറ്റ്സ് ടാബിലാണ്. കണ്ടോ, ഞാൻ ഇത്തിരി എക്സ്പെരിമെൻറ്റ്സ് ചെയ്തിട്ടുണ്ട്. സോ അതെല്ലാം വന്ന് കിടക്കുന്നത് എക്സ്പെരിമെൻറ്റ്സ് ടാബിലാണ്. നെക്സ്റ്റ് വെബ് സർവീസ് ടാബ്. വെബ് സർവീസ് ടാബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന എക്സ്പെരിമെൻറ്റ്സ് എന്തെല്ലാം നമ്മൾ പ്രെഡിക്റ്റീവ് വെബ് സർവീസ് ലോഞ്ച് ചെയ്തിട്ടുണ്ടോ
അതെല്ലാം തന്നെ വരുന്നത് വെബ് സർവീസ് ടാബിലാണ്. പിന്നെ ഡാറ്റ സെറ്റ്സ്, നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന ഡാറ്റ സെറ്റ്സ് എല്ലാം ഡാറ്റ സെറ്റ്സ് ടാബിൽ നമുക്ക് കാണാൻ പറ്റും. ട്രെയിൻഡ് മോഡൽസ്, നമ്മൾ ട്രെയിൻ ചെയ്യിച്ച മോഡൽസ് എല്ലാം തന്നെ ട്രെയിൻഡ് മോഡൽസ് നമുക്ക് കാണാൻ പറ്റുന്നതാണ്. പിന്നെ സെറ്റിങ്സ്, ഇത് നമ്മുടെ അക്കൗണ്ട് സെറ്റിങ്സ് ആയിട്ട് എന്തൊക്കെ സെറ്റിങ്സ് നമ്മൾ ചെയ്തിട്ടുണ്ട് എന്നുള്ള ഒരു ഡീറ്റെയിൽസാണ് നമുക്കിവിടെ വരുന്നത്. ഇനി നമുക്കൊരു എക്സ്പെരിമെൻറ്റ് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ന്യൂവിൽ പോയിട്ട് നമുക്ക് ഒരു ബ്ലാങ്ക് എക്സ്പെരിമെൻറ്റ് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളൊരു എക്സ്പെരിമെൻറ്റ് ക്രിയേറ്റ് ചെയ്യാം. കണ്ടെങ്കിൽ അപ്പം നമുക്ക് ഈ ഒരു ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ കാണാൻ പറ്റും ഒരുപാട് ട്രാൻസ്ഫോർമേഷൻസ്. അപ്പം നമുക്ക് എന്ത് രീതിയിലുള്ള ട്രാൻസ്ഫോർമേഷൻ നമുക്ക് വേണോ അതെല്ലാം നമുക്ക് ഈ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ട്രാൻസ്ഫോർമേഷൻസ് ഓപ്ഷൻസ് നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഒരു ഫ്രീ വർക്ക് സ്പേസ് എന്ന് പറയുന്നത്. അപ്പം നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് എങ്ങനെയാണ് ഒരു അൽഗോരിതം ക്രിയേഷൻ്റെ സ്റ്റാർട്ടിങ് അല്ലെങ്കിൽ ഫ്രം സ്ക്രാച്ച് എങ്ങനെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നുള്ളത് നമുക്ക് അപ്കമിങ് വീഡിയോസിൽ നമുക്ക് കാണാം.